വായിൽ നല്ല കപ്പൽ പിടിക്കാനുള്ള വെള്ളം വരണ്ടില്ലേ? പരിഹാരം ഉണ്ടാക്കാം. ഇമ്മക്കിന്നേ നല്ല ബീഫ് അച്ചാർ ഉണ്ടാക്കിയാലോ? ആ പൂതി അങ്ങോട്ട് തീർക്കാന്നേ. അപ്പം എന്നാ തുടങ്ങല്ലേ. ആദ്യം തന്നെ കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്ത ബീഫിൽ ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പണി തുടങ്ങിയാലോ? ചട്ടി ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. ഞാൻ ബീഫും മീനൊക്കെ പൊരിച്ചെടുക്കണത് സൺഫ്ലവർ ഓയിലിലാണ്. എണ്ണ നല്ലോണം ചൂടാകുമ്പോൾ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് നല്ലോണം ബ്രൗൺ കളർ ആവുന്ന വരെയും ഫ്രൈ ചെയ്യണം കേട്ടോ. അധികം ഫ്രൈ ആയില്ലെങ്കിലേ അച്ചാർ പെട്ടെന്ന് ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ബീഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത്രയും ഫ്രൈ ആയി കിട്ടണം. ഇനി നമുക്ക് അച്ചാറിൻ്റെ മസാല ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതെന്താ ഇങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചി അരിഞ്ഞിരിക്കണേ എന്നാണോ ചിന്തിക്കണേ? ഇതുപോലെ അരിഞ്ഞ അച്ചാറിലിട്ടാലേ ആ മസാലയൊക്കെ വെളുത്തുള്ളിയിലേക്കൊക്കെ പിടിച്ച് എൻ്റെ സാറേ ആ വെളുത്തുള്ളിക്കും ഇഞ്ചിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പറ്റിക്കാൻ പറയല്ല കേട്ടോ, നല്ല രസമാണ് അതിങ്ങനെ പെറുക്കി കഴിക്കാം. മസാല ഉണ്ടാക്കാനായി ആദ്യം ഒഴിച്ചു കൊടുക്കണതേ നല്ലെണ്ണയാണേ. അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ബീഫ് പൊരിച്ച ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. ആ എണ്ണ ഇങ്ങനെ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവയും, അതും മൂക്കുമ്പോൾ കുറച്ച് കടുകും, അതും മൂക്കുമ്പോൾ നമ്മുടെ മെയിൻ അതിഥികളായ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി ആ പച്ചമണം മാറുന്ന വരെയും വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അച്ചാർ പൊടി, കാശ്മീരി മുളക് പൊടി, കായംപൊടി ഇത്രയും പൊടികൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കിട്ടാനേ ഇച്ചിരി നേരം ലോ ഫ്ലെയിമിലിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് സുർക്ക ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് അങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കാം. അതിങ്ങനെ കിടന്ന് തിളച്ച് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെയും വറ്റിച്ചെടുക്കാം. തിളക്കൽ കണ്ടാ. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയും ചെയ്യാം. ഒരു സീക്രട്ട് കൂടി ഉണ്ട് കേട്ടോ. അതാണ് ഈ ഇടണത്, ഇച്ചിരി പഞ്ചസാര. അയ്യേ, അച്ചാറിൽ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുമോ എന്നാവില്ലേ ചിന്തിക്കണത്? അതൊരു സീക്രട്ടാണെന്നേ. നമ്മൾ ഈ പായസം വയ്ക്കുമ്പോൾ മധുരത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപ്പിട്ട് കൊടുക്കാറില്ലേ? അതുപോലെ തന്നെ പുളിയെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി മധുരം ആവാന്നേ. അപ്പം മസാലയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊരിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഇനി ആ ബീഫൊക്കെ മസാലയിൽ കിടന്നിങ്ങനെ വറ്റി സെറ്റാവാനുണ്ട്. ഉപ്പും പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇതിങ്ങനെ മാത്രം കോരി കഴിക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങളുടെയൊക്കെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുകയും വേണം. അപ്പോൾ ഒരു പുതിയ റെസിപ്പിയായിട്ട് ഇൻഷാ അല്ലാഹ് നാളെ കാണാം.